ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ എന്റെ എടുത്തുചാട്ടം കുറയ്ക്കും. വളരെ സന്തോഷം. നിങ്ങൾ രണ്ടുപേരെ നല്ല കുട്ടികളാ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ പിണങ്ങരുത്. പ്രശ്നങ്ങള് പറഞ്ഞു തീർക്കണം. ഞാൻ രാജുവിനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. ഞാൻ തിരികെ വരുമ്പോ സൈൻ ചെയ്തു വെച്ച വലിയ സന്തോഷം. മാഡം, എടാ, ഇതിനെല്ലാത്തിനും കാരണക്കാരി ആ അമ്മണിത്തള്ളയാ. ആ വിഷച്ചാക്കിനെ കൂടെ നിർത്തണം. എന്റെ പ്രിയപ്പെട്ട വിഷമുള്ള അംബികയാ. ഓ, ഇവള് എനിക്കിപ്പൊ പ്രിയപ്പെട്ടവളാ. മുതലാളി. മുതലാളിയോ? ആ, ഞാൻ പഠിച്ച പാരപ്പണി ചെയ്യുന്ന ഒരു തൊഴിലാളി. എന്നെ കൊണ്ട് പാരകളി ചിന്തേരിടിയിക്കുന്ന അംബിക മുതലാളി. എന്നാ മുണ്ടയ്ക്കൽ അമ്മയുടെ പാരകള് മർമ്മത്ത് തന്നെ കൊണ്ടു. അവര് തമ്മിലെ ഡിവേഴ്സ് ആവാൻ പോവാ. അയ്യോ, ഡിവേഴ്സ് ആവാൻ പോകുന്നോ? അയ്യോ, വളരെ 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 സന്തോഷം അംബികേ. കൺഗ്രാചുലേഷൻസ് മുണ്ടയ്ക്കലമ്മേ, ഇത്രയും വലിയൊരു കാര്യം ചെയ്തതിന്. താങ്ക് യു ഫോർ യുവർ കൊളാബറേഷൻ അംബികേ. ദിസ് ഈസ് ഡിഫിക്കൽട്ട്. മുണ്ടയ്ക്കലമ്മയ്ക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയൂ? അല്ല, ഞാനിത് പള്ളിക്കൂടത്തിൽ പഠിച്ചു കിട്ടിയതല്ല. ഇതാണ്ട, ഞാൻ 10 വരെ പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടുള്ളു. പിന്നെ ഞാന് കൊറേ നാള് ഒരു സായിപ്പിന്റെ അടിച്ചുതൂപ്പുകാരിയായിരുന്നു. ഒരു ലിസ്നി സായിപ്പ്. അയാള് നാവെടുത്താ എന്നെ ഫൂളെന്നേ വിളിക്കൂ. അവിടെന്നാ ഞാൻ ഇംഗ്ലീഷ് പഠിച്ച്. ഞാനിപ്പോ അതിനൊന്നും അല്ല വിളിച്ചേ. അമ്മയ്ക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാനാ. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് പറയാനുള്ളതെങ്കിൽ അത് നേരത്തെ പറയണ്ടേ? എന്നെ വിഷമിപ്പിക്കാതെ പെട്ടെന്ന് പറയാൻ പികേ. ഈ നല്ല കാര്യം ചെയ്തതിന് അമ്മയ്ക്ക് ഞാനൊരു സമ്മാനം തരും. എന്റെ ഒരു സന്തോഷത്തിന്. എന്ത് സന്തോഷം അമ്പികേ, ഒന്ന് വേഗം പറ. അമ്മയ്ക്ക് ഞാനൊരു കാറ് വാങ്ങിച്ചു തരും. അയ്യോ എന്റെ ദൈവമേ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു കാറ്. അയ്യോ, എന്റെ പെരിന്തൽക്കോവിലപ്പാ, അവിടെ നിന്നൊരു ധാര. അയ്യോ, ഇതിൽ പരം വേറൊരു സന്തോഷം എനിക്കില്ല അംബികേ. കാർ എപ്പ വാങ്ങിച്ചു തരും? അതിനൊട്ടും താമസമില്ല. അടുത്ത ദിവസം ഞാൻ വാങ്ങിത്തരും. അയ്യോ, സന്തോഷം അംബികേ. ഈ നന്ദികേട് ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ രാജു ഋതികയും തമ്മില് ഇത്ര വലിയ പിണക്കുണ്ടാവാനുള്ളതാണ് ഇവരാ. കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണല്ലോ. എന്ത് ചെയ്യും? എല്ലാം അംബിക പറയുന്നത് പോലെ. ഈശ്വരാ. എന്ത് രാജു ഇതൊക്കെ? മാഡം, ഇതൊക്കെ വെറും തമാശ പോലെ തുടങ്ങിയ പിണക്കോ. അതിപ്പോ വളർന്ന് ഇവിടെ വരെ എത്തി.
എന്തായാലും ഋതുമോളോട് പറഞ്ഞു പരിഹരിക്കു രാജു. മാഡം, കാര്യങ്ങളൊക്കെ പിടിവിട്ടു പോവാ. ഞാൻ പറഞ്ഞിട്ടൊന്നും ഋതിക മാഡം അത് കേൾക്കുന്നില്ല. ദീപകെ, മീഡിയേറ്റർ രംഗപ്രവേശനം ചെയ്തു. സത്യത്തിൽ എന്താ ഇതിന്റെ പിന്നിലുള്ള പ്രശ്നം? വെറും തെറ്റിദ്ധാരണ. ഞാൻ എത്ര പറഞ്ഞിട്ടും മാഡം ആ തെറ്റിദ്ധാരണ തിരുത്താൻ തയ്യാറാവുന്നില്ല. ഞാൻ എന്തായാലും മോളോടൊന്ന് സംസാരിക്കട്ടെ. രാജു ഇവിടെ നിൽക്ക്. ആ, ശരി മാഡം. എനിക്ക് തോന്നുന്നതേ സന്ധി സംഭാഷണത്തിന് യാവനി മേഡം അവളുടെ അടുത്ത് പോവാന്നാ. നമുക്കെല്ലാം ലൈവായിട്ട് കാണാം. അമ്മ വാ. ഋതുമോളെ, ഞാൻ അപ്പോഴേ നിന്നോട് ചോദിച്ചതാ ഇതൊക്കെ വർക്കൗട്ട് ആവോന്ന്. പ്രണയം പറയിപ്പിക്കാൻ നടന്ന് ഒടുവിൽ ഇതൊരു വഴക്കാക്കി മാറ്റിയില്ലേ? ചെറിയമ്മ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ സംസാരിക്കുന്ന? എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. പുതുതായി ഒന്നുമില്ലല്ലോ. ആ രാജു വെറും പാവ, വളരെ നല്ല ചെറുപ്പക്കാരനാ. മോൾ അവനെ ഇങ്ങനെയിട്ട് വിഷമിപ്പിക്കരുത്. ഇപ്പൊ അങ്ങനെയായി. രാജു വളരെ നല്ലവൻ. എന്താ സംശയം? എന്റെ മോള് നല്ലവള് തന്നെയാ. ഇത്തിരി എടുത്തുചാട്ടം കൂടുതലുണ്ടെന്ന് മാത്രം. എന്റെ മൂത്ത മോള് തന്നെയാ നീ. ശേഖരേട്ടൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടെന്ന കാലം മുതല് ഞാൻ എന്റെ മോളെ പോലെ തന്നെയാ നിന്നെ വളർത്തിയത്. അതുകൊണ്ട് ചെറിയമ്മ പറയുന്ന മോള് കേൾക്കണം. ഈ പ്രശ്നം മോള് തന്നെ സോൾവ് ചെയ്യണം. എന്തു പറയുന്നു? ശരി, ഞാൻ എന്റെ എടുത്തുചാട്ടം കുറയ്ക്കാം. വളരെ സന്തോഷം. നിങ്ങൾ രണ്ടുപേരെ നല്ല കുട്ടികളാ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ പിണങ്ങരുത്. പ്രശ്നങ്ങള് പറഞ്ഞു തീർക്കണം. ഞാൻ രാജുവിനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. വഴക്കുകളും പിണക്കങ്ങളും അവസാനിപ്പിക്കാന്ന് ഋതുമോള് പറഞ്ഞു. രാജു അങ്ങോട്ട് ചെല്ല്. പറഞ്ഞു തീർത്ത് സ്നേഹത്തോടെ തിരിച്ചു വാ. ശരി മാഡം.